പ്രിയപ്പെട്ടവരെ, കണ്ടോ ഒരു കിണർ കണ്ടോ? നല്ല മനോഹരമായൊരു കിണർ കണ്ടോ? അൽമറയെല്ലാം കെട്ടി നന്നാക്കി വൃത്തിയിൽ നന്നാക്കി വെച്ചൊരു കിണറാണിത് കണ്ടോ. പക്ഷേ നമ്മൾ ഈ കിണറിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളതായ കാഴ്ചകൾ കാര്യങ്ങൾ കണ്ടോ. ഈ കിണറാണിത്. ഈ കിണർ മാർച്ച് മാസത്തിൽ കുഴിച്ച കിണറാണ്. കുഴിച്ച് കുറച്ച് വെള്ളം കണ്ടു കണ്ടോ. കിണറിൻ്റെ ആഴത്തിലോട്ട് നമുക്കും അങ്ങോട്ട് നോക്കാം. വെള്ളം കണ്ടു. വെള്ളം കാണുമ്പം ഇടിയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കിണർ ഇടിയൊന്നുമില്ല, നല്ല മണ്ണാണ് എന്നെല്ലാം പറഞ്ഞു. കിണർ കുഴിച്ചു. പക്ഷേ കിണർ കുഴിച്ചൊരു 26 അടി ആയപ്പം വെള്ളം കണ്ടു. വെള്ളം കണ്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം അവർ വെള്ളം കണ്ടു കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും കുഴിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇടിയില്ല എന്ന് പറഞ്ഞ കിണർ ഇടിഞ്ഞു. വെള്ളം പിന്നെ ആദ്യം തന്നെ അന്ന് കണ്ട ആ വെള്ളം മാത്രം, പിന്നെ ഇതുവരെ വെള്ളം ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ മഴ പെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം ഉണ്ടായി. അവർ പറഞ്ഞു വെള്ളം ഉണ്ടാവും, ഒരു 3/4 കിണർ വെള്ളം ഇതിലുണ്ടാവും, നിങ്ങൾക്ക് ഒരു കാലത്തും ബുദ്ധിമുട്ടില്ല, നല്ല വെള്ളമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കിണറെല്ലാം കുഴിച്ച് റെഡിയാക്കി. ഇപ്പം കണ്ടോ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ഈ മഴക്കാലത്ത് ഇത്രയും നാളായിട്ട് വെള്ളമില്ലാത്ത ഈ കിണറിൽ ഇനി എപ്പോഴാണ് വെള്ളം ഉണ്ടാകുക? കണ്ടോ കിണറിൻ്റെ ഉൾവശം കണ്ടോ, ഒരു തുള്ളി വെള്ളമില്ല കണ്ടോ. ഇതാണ് കിണറിൻ്റെ ഉൾവശം, വെള്ളമില്ല. നോക്കി നിങ്ങൾ, ലക്ഷങ്ങളെല്ലാം മുടക്കി കുന്നിൻ്റെ മുകളിൽ വെള്ളത്തിന് ക്ഷാമമുള്ളത് കൊണ്ട് വെള്ളം ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിച്ചു. ജലനിധിയുടെ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി, ഇതാണ് പ്രകൃതി. ഇത് ഞാൻ കാണിക്കാൻ കാരണം നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട് കിണർ കുഴിച്ചിട്ട് കിണറിൽ ഓരോരോ മായാജാലങ്ങൾ, വെള്ളം പെട്ടെന്ന് പോകുന്നു, കിണറിൽ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഈ കിണറിൽ കുഴിച്ചപ്പം കുറച്ച് വെള്ളം കണ്ടു. ഒരു 26 അടി ആയപ്പം വെള്ളം കണ്ടു. പിന്നീട് കുറച്ചുകൂടെ കുഴിച്ചൊക്കെ റെഡിയായിട്ട് ഇപ്പോൾ കിണർ ഇടിഞ്ഞ് വെള്ളമില്ല, ഒരു തുള്ളി ഇല്ലാതെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. ഇത് കണ്ടില്ലേ, ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു പുതിയൊരു ഇത്. മണാശ്ശേരി ചോലക്കുന്നുമ്മൽ എന്ന സ്ഥലത്താണ് ഈ കിണർ ഇരിക്കുന്നത്. ഇപ്പോഴും അവർ ജലനിധിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത്രയും എല്ലാം ചിലവാക്കി കിണറെല്ലാം കുഴിച്ചിട്ട് ഒരു കാര്യമല്ല, പൈസ പോയി എന്നല്ലാണ്ട്. കണ്ടില്ലേ, ഇന്നത്തെ ഈ വിശേഷം എല്ലാവരും പങ്കുവയ്ക്കുക. ഓക്കെ.